ഇഖ്ലാസുള്ള അമല് ശരിയായ അമലാണ്. അതൊക്കെ കൂടി വിശദീകരിക്കണല്ലോ. ഇഖ്ലാസുള്ള അമല് ശരിയായ അമലാണ്. ഇഖ്ലാസുള്ള അമൽ എപ്പോഴാ? ഇഖ്ലാസുള്ള അമല് ആ ചെയ്യുന്നത് അല്ലാഹു തആലക്ക് വേണ്ടി മാത്രം, വേറെ അതിന്റെ അപ്പുറത്തും ഇപ്പുറത്തും വേറെ ലക്ഷ്യങ്ങളൊന്നുമില്ല. അപ്പോഴാണ് ഇഖ്ലാസുള്ളതാണ്. അതെങ്ങനെ രണ്ടും മനസ്സിലാകാതെ രണ്ടും എങ്ങനെ മനസ്സിലാക്കുന്നത്? വാഹനം ഓടിക്കുമ്പോൾ ഒരാള് സ്വന്തം വാഹനാണെങ്കിൽ എത്ര ശ്രദ്ധിച്ചോടിക്കും, വളരെ കരുതലോടെ. അപ്പുറത്തുനിന്നൊരു വാഹനം വരുന്നുണ്ട്, ഇപ്പുറത്ത് സൈഡ് കൊടുക്കാനുണ്ടെങ്കിലും അയാളൊന്ന് നിർത്തിയിട്ടേ പോകുള്ളൂ. കാരണം തവനാന്റെ വാഹനം, തവനാൻ പൈസ കൊടുത്ത് വാങ്ങിയതാണ്. പരിക്ക് പറ്റിയ വേറെ നിലക്ക് പൂർത്തീകരിക്കാൻ കഴിയില്ല, അതുകൊണ്ട് ശ്രദ്ധിച്ചു പോയാൽ മതി. ഇത് റെന്റായ വാഹനമാണെങ്കിൽ വാടക എടുത്താൽ പോട്ടെ, അത് അവർക്ക് നന്നായിക്കൂടെ. അവിടെ ആ ശരിയായ ഇഖ്ലാസിന്റെ സ്വഭാവം ഉണ്ടാകൂല. തങ്ങൾ പോയിക്കോട്ടെ, കുടിയൊന്നും നോക്കേണ്ടതില്ല. നമ്മളേതായാലും ഇത്ര വാടക ഇട്ടാ വാടക കൊടുക്കണം, വലിയ അപകടമൊന്നും ഉണ്ടാവില്ല. പിന്നെ വാടക വണ്ടി അത് ഇങ്ങനെ പോടാനുള്ളതല്ലേ എന്ന് കണക്കാക്കി പോക്കാം. അപ്പൊ സ്വന്തത്തിലാണെങ്കിൽ ആ കാര്യം ചെയ്യുന്നിടത്തുള്ള ഒരു കൃത്യത, സ്വാർത്ഥതയുടെ ആ ഒരു കുറവ്, ശരിക്ക് അത് റെഡിയാകണം, ക്ലിയർ ആകണം എന്നൊരു താല്പര്യം, അതാണ് ശരിക്കുള്ള ഇഖ്ലാസ്. അള്ളാഹുവിന് വേണ്ടിയാവുക. ആ ഇഖ്ലാസ് ഉണ്ടെങ്കിൽ ഒരു ഇടപാടിലും ഒരു വിഷയത്തിലും നമ്മളാരും കുടങ്ങൂല, ആരും ഒരു നിലക്കും തോൽക്കൂല. ഇഖ്ലാസോടുകൂടി അമൽ ചെയ്യുന്നത് ആരാണെന്ന് പരിശോധിക്കാനാണ് ഈ ഭൗതിക ലോകത്തുള്ള ജീവിതവും മരണവും ഒക്കെ അള്ളാഹു വെച്ചു തന്നിരിക്കുന്നത്. മരണം അള്ളാഹു തആല പറഞ്ഞിട്ട് പറയുന്നു, മരണം തന്നത്, ആ മരണത്തിന് ശേഷമുള്ള ജീവിതവും തന്നത് മരണത്തോടെ തീരുന്നില്ല. അന്ന് അവിടെ ശരിക്കൊരു റിസൾട്ട് വായിക്കുന്നുണ്ട്. ആ റിസൾട്ടിൽ ശരിക്ക് ബോധ്യപ്പെടുന്നത് അയ്യുക്കും അഹ്സനു അമലാ, നിങ്ങളെ കൂട്ടത്തിൽ ആരാണ് നിഷ്കളങ്കമായി പ്രവർത്തിച്ചത്, അധ്വാനിച്ചത്, അത് നോക്കാനാണ്. ആ നിഷ്കളങ്കതയുടെ ലക്ഷണങ്ങൾ വല്ലതുണ്ടോ? ഉണ്ട്. വേറെ ഹദീസിലേക്ക് തഫ്സീർ ഒന്നുകൂടി വിശാലമായി പറയുന്നുണ്ട്, ഞാനതിലേക്ക് വരാം. അതിനു മുമ്പ് നിഷ്കളങ്കമായിട്ടൊരു കാര്യം ചെയ്താൽ തകരൂല, തോൽപ്പിക്കാൻ കഴിയില്ല. അതതിന്റെ ഒരു പ്രധാനപ്പെട്ട വസ്തുത. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വലിയ ചരിത്രം പറയുന്നുണ്ട് സ്വഹീഹ് ബുഖാരി. ഞാനൊന്ന് ചുരുക്കി പറയാം. ഒരു വലിയ ചരിത്രം, അഥവാ ഒരു മനുഷ്യൻ കടൽ താണ്ടി കപ്പൽ മാർഗം ഇപ്പുറത്തുള്ള ഒരു കൂട്ടുകാരന്റെ അടുത്ത് നിന്ന് കടം വാങ്ങാൻ വേണ്ടി വന്നു. അദ്ദേഹം ചോദിച്ചു, എനിക്ക് കടം വേണം, കുറച്ച് പണം. കടത്തിന് സാക്ഷി ആരാ? കഫാ ബില്ലാഹി ഷഹീദാ, സാക്ഷി അല്ലാഹുവാണ്. ഇത് ആരെങ്കിലും മുഖാന്തരം നമ്മൾ എഴുതേണ്ടതില്ലേ? അങ്ങനെ എഴുതലൊക്കെ സുന്നത്തുണ്ട്, എഴുതേണ്ടതില്ലേ? കഫാ ബില്ലാഹി വക്കീല, അല്ലാഹു മതി കാര്യങ്ങളൊക്കെ. അതിന് കടത്തിന് അവധിയും നിശ്ചയിച്ചു കൊടുത്തു. ഞാൻ ആ അവധിക്ക് ഇൻഷാ അല്ലാഹ് കടം ഇവിടെ എത്തിക്കും. എനിക്ക് കപ്പൽ കിട്ടിയിട്ടില്ലെങ്കിലും എങ്ങനെയെങ്കിലും ഞാൻ ഇവിടെ എത്തിക്കും എന്ന് അദ്ദേഹം പറയാൻ പറഞ്ഞു. കപ്പൽ മാർഗം വരണം, കടം കൊണ്ട് വാങ്ങിയ കടം തിരിച്ചു കൊടുക്കാൻ. അങ്ങനെ മറ്റേ ആള് അള്ളാഹുവിൽ ഏൽപ്പിച്ച് വാങ്ങിയതല്ലേ, ഇയാള് വഞ്ചിക്കൊന്നുമില്ല എന്ന് കരുതിയിട്ട് അയാളും കൊടുത്തു കടം. മറ്റേ ആള് കടം വാങ്ങിയിട്ട് നേരെ തിരിച്ചുപോയി അയാളെ പണിയൊക്കെ ഉപയോഗപ്പെടുത്തി തിരിച്ച് ഇങ്ങോട്ട് കടം എത്തിക്കേണ്ട സമയമാകുമ്പോ കടൽക്കരയിൽ വന്നു നോക്കുമ്പോൾ ഒരു കപ്പലും കിട്ടുന്നില്ല. അദ്ദേഹം ഇങ്ങനെ ചിന്തിച്ചു, പടച്ചോനെ, ഞാൻ നിന്നെ തവക്കുലാക്കി, നിന്നെ ഷാഹിദാക്കി, നിന്നെ വക്കീലാക്കി, ഇതിലൊരു ലെവലേഷൻ ചതിയൊന്നുമില്ല. എന്റെ ജീവിതത്തിന്റെ ചില കാര്യങ്ങൾക്ക് വേണ്ടിയല്ലേ ഞാനത് കടം വാങ്ങിയത്. ഒരു കപ്പലും എനിക്കിവിടെ കാണുന്നില്ലല്ലോ. ഒരു കടലാസ് എടുത്തിട്ട് അതിലെഴുതി, ഇത് ഞാൻ അയക്കുന്ന പണമാണ്, ഈ പണം